അല്ല പറയാം, ഞങ്ങൾ തന്നെ ഓൾട്ടർനേറ്റീവ് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നികുതി പിരിക്കണം. കേരളം കൺസ്യൂമർ സ്റ്റേറ്റാണ്. GST എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പോയിന്റിലെ ടാക്സ് ആണ്. കേരളമാകണം, ഐസക് എന്താ വന്ന് പറഞ്ഞത്, ഐസക് സ്വാഗതം ചെയ്താണ് GST. കേരളമാകണമായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി വരുമാനം ഉണ്ടാകേണ്ട സംസ്ഥാനം. 30% ടാക്സ് ഗ്രോത്ത് ഉണ്ടാകേണ്ട സംസ്ഥാനമായിരുന്നു കേരളം. എന്തുകൊണ്ടുണ്ടായില്ല? 5 കൊല്ലമായി പ്രതിപക്ഷം നിരന്തരമായി ആവശ്യപ്പെട്ടു. വാറ്റ് സമ്പ്രദായത്തിൽ നിന്ന് GSTയിലേക്ക് മാറിയപ്പോൾ നികുതി ഭരണ സംവിധാനം പുനഃസംഘടിപ്പിക്കണം. ഇന്ത്യയിലെ 90% സംസ്ഥാനങ്ങൾ അത് പുനഃസംഘടിപ്പിച്ചപ്പോഴും ഈ ഗവൺമെൻറ് പുനഃസംഘടിപ്പിച്ചില്ല. 1. 2, ഞങ്ങൾ തന്നെ 2 കൊല്ലം മുമ്പ് ഉന്നയിച്ചു, IGST സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു വർഷം 5000 കോടി വെച്ച് നഷ്ടപ്പെടുന്നു. 25,000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിനുണ്ടായി, പ്രോപ്പറായിട്ടുള്ള റിട്ടേൺ കൊടുക്കാത്തതുകൊണ്ട്. എന്നെ പരിഹസിച്ചപ്പോൾ ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ 3 മാസത്തിനകം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട്, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെയിം കാര്യം പറഞ്ഞു. 25,000 കോടി രൂപ IGSTയിൽ ഈ ഗവൺമെൻറ് നഷ്ടപ്പെടുത്തി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എക്സ്പെൻഡിച്ചർ കമ്മിറ്റി സർക്കാരിൻ്റെ അവരും ശരിവെച്ചു, 25,000 കോടി രൂപ നഷ്ടപ്പെടുത്തി. ആരാ നഷ്ടപ്പെടുത്തിയത്? ഗവൺമെൻറ്റിൻ്റെ മിസ്മാനേജ്മെൻറ്റ്. 3, ഞങ്ങൾ പറഞ്ഞു ഗോൾഡ് ഇപ്പം എത്രയാ വില? 55,000 രൂപയുടെ ഒരു പവന്. 4,000 രൂപ ഒരു പവന് വിലയുണ്ടായിരുന്ന സമയത്ത് കിട്ടിയിരുന്ന ടാക്സാണ് ഇപ്പോഴും കിട്ടുന്നത്. അതിൻ്റെ 14 ഇരട്ടി ടാക്സ് കിട്ടുമായിരുന്നു. 400 കോടി 500 കോടിയാണെന്ന് കിട്ടിയിരുന്നത്. 7,000 8,000 കോടി രൂപ ഗോൾഡിൽ നിന്ന് ടാക്സ് കിട്ടണമായിരുന്നു. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് വിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഗോൾഡിൽ നിന്ന്, സ്വർണത്തിൽ നിന്നുള്ള നികുതി പിരിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. 4,000 രൂപ ഒരു പവന് വിലയുള്ളപ്പോൾ കിട്ടിയിരുന്ന അതേ നികുതിയാണ് അതിൻ്റെ 14 ഇരട്ടി അല്ലേ? അത്രയായില്ലേ? 55,000 കോടി രൂപ, 55,000 രൂപ ഒരു പവനെന്ന് പറയുമ്പോൾ അതേ നികുതിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 2, നികുതി പിരിവിലെ പരാജയമാണ് പറയുന്നത്. ബാറുകളുടെ എണ്ണം കൂടി, കൺസംഷനും കൂടി, പക്ഷെ ബാറുകളിൽ നിന്നുള്ള വരുമാനം താഴേക്ക് വരുന്നു. ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം വാങ്ങിച്ച് ബാറുകൾ വിൽക്കുകയാണ്. എങ്ങനെ വിൽക്കുന്നത്? 50 രൂപയ്ക്ക് ഒരു പെഗ്ഗിന് വരുന്ന മദ്യം അവർ 200 രൂപയ്ക്ക് വിൽക്കുകയാണ്. അപ്പോൾ ടേൺ ഓവർ കൂടും. ടേൺ ഓവർ ടാക്സാണ് 10% കിട്ടുന്നത്. അവർ എഴുതി വയ്ക്കുന്നത് ഞങ്ങൾ 70 രൂപയ്ക്ക് വിറ്റെന്നാണ്. 200 രൂപയ്ക്ക് വിറ്റിട്ട് ആര് പരിശോധിക്കുന്നു? ആരറിയുന്നു? ചെക്ക് പോസ്റ്റ് ഇല്ല, ഇൻ്റലിജൻസ് ഇല്ല, സർവൈലൻസ് ഇല്ല, ഒരു നടപടിയില്ല GST വകുപ്പിന്. 1000 പേര് GST വകുപ്പിൽ വെറുതെ ഇരിക്കുക, ഒരു പണിയില്ലാതെ. സാധനങ്ങൾ കൊണ്ടുവന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് നികുതി കൊടുക്കാതെ വിൽക്കുകയാണ്. ഞങ്ങൾ എത്ര കേസ് പറഞ്ഞു. കേരളത്തിലെ യഥാർത്ഥത്തിൽ കടവാടകയ്ക്കെടുത്ത്, ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്ത്, വെള്ളക്കരം കൊടുത്ത് ആളുകളെ ജോലിക്ക് വെച്ച് നടത്തുന്ന യഥാർത്ഥ നികുതിദായകൻ അവൻ പൂട്ടിപ്പോവാണ്. സാധനം പുറത്തുനിന്ന് വയ്ക്കുക. നികുതി വെട്ടിപ്പുകാരുടെ പർദീസയാക്കി കേരളത്തെ ഇവർ മാറ്റി. ഇവർ നശിപ്പിച്ചതാണ്. ഇവരുടെ ധനകാര്യ മിസ്മാനേജ്മെൻറ്റ് ഐസക്കിൻ്റെ കാലത്ത് തുടങ്ങിയത് ഇപ്പോഴും തുടരുകയാണ്. അല്ലല്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളതിൽ ഒറ്റ കാര്യത്തിലാണ് ഞങ്ങൾക്ക് യോജിപ്പുള്ളത്. അതായത് 14ാം ധനകാര്യ കമ്മീഷനിൽ 2.5% ഉണ്ടായിരുന്നത് ഇപ്പോൾ 1.92%. അപ്പോൾ കേരളത്തിൻ്റെ നികുതി വരുമാനത്തിൽ കുറവ് വന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഈ വിഷയം ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ധനപ്രതിസന്ധിയിലെ ഒരു കാരണം മാത്രമാണ് ഞങ്ങൾ സർക്കാരിന് 56,700 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാണ്ടെന്ന് പറയുന്നത് പച്ചക്കള്ളമാണ്. പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനങ്ങളുടെ വിശദാംശങ്ങളുമായി സെയ്ഫ്, ഈ ഇന്നലെ സുപ്രീം കോടതിയിൽ ഉണ്ടായ തിരിച്ചടി രാഷ്ട്രീയായുധമാക്കുകയാണോ പ്രതിപക്ഷം? ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായി അത് മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നു എന്ന പ്രചരണം കേരളത്തിൽ ഉടനീളം നടത്തി വരികയായിരുന്നു. അത് നവകേരള സദസ്സായാലും അതിനുശേഷം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലായാലുമെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായി ഇതാണ് ഉയർത്തിക്കൊണ്ടുവന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നടക്കമുള്ള പ്രചരണങ്ങൾ നടത്തി വരികയായിരുന്നു. അതിനെതിരെയാണ് ഡൽഹിയിൽ പോയി സമരമടക്കം നടത്തിയത്. പക്ഷേ ആ വാദങ്ങളെല്ലാം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞ പശ്ചാത്തലത്തിൽ ഞങ്ങൾ പറഞ്ഞതാണ് ശരി,
എന്ന വാദവുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ രംഗത്ത് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാക്കി അത് ഉയർത്തുകയും ചെയ്യും. കിഫ്ബിയുമായി ബന്ധപ്പെട്ട ബില്ല് നിയമസഭയിൽ കൊണ്ടുവന്ന സമയത്ത് തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ബജറ്റിന് പുറത്ത് പണം കടമെടുക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കുറെ വർഷം കഴിയുമ്പോൾ പോകും എന്ന് ആ ബില്ലിന്റെ ചർച്ചയ്ക്കിടെ താൻ തന്നെ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും പ്രതിപക്ഷം വിവിധ ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ബജറ്റിന് പുറത്ത് കടമെടുത്തത് സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വരും എന്നുള്ള വാദം അംഗീകരിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്ന് വ്യക്തമായി എന്ന രാഷ്ട്രീയ ആരോപണമാണ് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നത്. അതിനൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. സംസ്ഥാന സർക്കാർ കൃത്യമായി നികുതി തിരിച്ചെടുക്കുന്നില്ല. സ്വർണത്തിന്റെ വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4000 രൂപ പവനായിരുന്ന സമയത്ത് എത്ര നികുതിയാണോ കിട്ടിക്കൊണ്ടിരുന്നത് അത്രയും നികുതി തന്നെയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ട് ഇരിക്കുന്നത്. 80,000-ഓളം കോടി രൂപ ഇപ്പോഴത്തെ സ്വർണ്ണവില അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് നികുതി കിട്ടേണ്ടതാണ്. ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലമാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായത് എന്നുള്ള തങ്ങളുടെ വാദം, അത് കാലങ്ങളായി തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദം സുപ്രീം കോടതി കൂടി അംഗീകരിച്ചിരിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുക വഴി ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായി ഇതിനെ കൂടി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്.